പ്രൈസ് ലോഡ്. എല്ലാവർക്കും Q&A സെഷൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം, ആഭരണം ധരിക്കുന്നത് യോഗ്യമോ എന്നുള്ളൊരു ചോദ്യമാണ്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അഹരോൻ ജനത്തിൻ്റെ പക്കൽ നിന്ന് പൊന്നാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ജനം ശരിക്കും മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവർ മിസ്രൈമ്യരോട് പൊന്ന്, വെള്ളി, വസ്ത്രം അതൊക്കെ ചോദിക്കുന്നുണ്ട്. മിസ്രൈമ്യർക്ക് അവരോട് കൃപ തോന്നി അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അവരെ കൊള്ളയിട്ടു. ശരിക്കും കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്ത ഒരു പ്രോമിസ് ആയിരുന്നു, നിന്റെ സന്തതി അന്യദേശത്ത് അടിമയായിരിക്കും, അവരവിടെ നിന്ന് കൊള്ളയോടൊക്കെ പുറപ്പെടും എന്നൊരു വാഗ്ദത്തം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നതുപോലെയാണ് ഇവർ പൊന്ന്, ആഭരണങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഇവർ പുറപ്പെടുന്നത്. എന്നാൽ ഇത് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു കെണിയായി മാറുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു, മോശയുടെ കോപം ജ്വലിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 33-ാം അധ്യായം എക്സോഡസ് ചാപ്റ്റർ 33ലേക്ക് നമ്മൾ വരുമ്പോൾ യഹോവ മോശയോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം പറയുകയാണ്, ഇവർ ദുശാഠ്യമുള്ള ജനമാണ്. എന്നിട്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇവർ ദുഃഖിക്കുന്നുണ്ട്. 33-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷം നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടെന്ന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ദൈവം തന്നെ അവരോട് പറയുകയാണ്, നീ ഇത് നീക്കിക്കളയണം. കാരണം 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ഒരു ആഭരണം, പൊന്നാഭരണം, വെള്ളി ആഭരണം നിമിത്തമാണ് ആ ഒരു കാളക്കുട്ടി അവിടെ വാർത്തുണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ നിങ്ങളെ സംഹരിച്ചു കളയാതിരിക്കണം, നിങ്ങളിത് നീക്കിക്കളയണം. അതിൻ്റെ ശേഷം നമുക്ക് കാണും, അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്നൊരു പാസേജ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്ന്, അത് ദൈവീക പ്രസാദത്തിന് തടസ്സമായി, അല്ലെങ്കിൽ അവരുടെ നടുവിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിന്, കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങുവാൻ ആഗ്രഹിക്കാത്തതുപോലെ അവർ ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, ഞങ്ങളുടെ മുൻപിൽ നടക്കുവാൻ ഒരു ദൈവം വേണമെന്ന് പറഞ്ഞ് അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു വിഗ്രഹാരാധനയാണ് നടക്കുന്നത്. ഈ വിഗ്രഹാരാധന സംഭവിക്കുന്നത് തന്നെ ഈ ആഭരണം നിമിത്തമാണ്. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളിത് നീക്കിക്കളയണം, നിങ്ങളിത് ധരിക്കരുത്. അങ്ങനെ അവിടെ നിന്ന് ഇസ്രായേൽ മക്കൾ അത് ധരിച്ചില്ല എന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യോബിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളക. 25-ാമത്തെ വാക്യം, അപ്പോൾ സർവശക്തി നിൻ്റെ പൊന്നും നിനക്ക് വെള്ളിവാളുമായിരിക്കും, അന്ന് നീ സർവശക്തിയിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിൻ്റെ മുഖമുയർത്തും. എന്നിട്ട് പറയുകയാണ്, നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും. അവിടെ കർത്താവ് ഒരു ആലോചനയായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എലിഫാസ് ഉത്തരം പറയുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ നീ സർവശക്തനിൽ പ്രമോദിക്കും, നീ അത് എറിഞ്ഞു കളയണം. ഇതേ കാര്യങ്ങൾ നമുക്ക് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിൽ വിഗ്രഹ ആരാധന നീക്കി, അല്ലെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കിയ പൊന്നുകൊണ്ടുള്ള വിഗ്രഹങ്ങളെ നീക്കിക്കളവീനെന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കൽപ്പന എന്നതുപോലെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു വിഷയമാണ്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അതായത് പുറമേ ഉള്ളതല്ല കർത്താവ് നോക്കുന്നത്,
നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് നോക്കുന്നത് എന്നൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പുറമേയുള്ള അലങ്കാരം, അതായത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പുറമേയുള്ളതിന്, മറ്റുള്ളതിന് പോകുവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തലമുടി പിന്നുന്നത്, പൊന്നണിയുന്നത്, വസ്ത്രം ധരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഫോക്കസ് പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വിലയേറിയ ഒരു കാര്യമാണ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, ഹൃദയത്തിൻ്റെ മനുഷ്യൻ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ വിലയേറുള്ളൂ. അതുകൊണ്ട് വിലയുള്ളതിൻ്റെ പുറകെ പോകുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ മാറ്റിക്കളയുമ്പോൾ സർവശക്തൻ നിനക്ക് ഒരു സമ്പത്തായി മാറും, സർവശക്തനിൽ നീ പ്രമോദിക്കുമെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ദൈവത്തോടെ നമ്മെ അടുപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമായി ഈ പൊന്ന് അല്ലെങ്കിൽ ഈ വെള്ളി, ഈ ആഭരണങ്ങൾ വരുമ്പോൾ ഇതിനെയൊക്കെ മാറ്റിക്കളയുക. അതിനെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് കൂടുതൽ ചേരുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാനൊക്കെ നമുക്കിടയായിത്തീരും. അതിനായി കർത്താവിനെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.